കൊച്ചിയിൽ ഫർണിച്ചർ കടയ്ക്ക് തീ പിടിച്ചു. നോർത്ത് പാലത്തിന് സമീപമുള്ള യൂസ്ഡ് ഫർണിച്ചർ ഷോറൂമിനാണ് തീ പിടിച്ചത്. 7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു കൊച്ചി നോർത്ത് പാലത്തിന് സമീപമുള്ള യൂസ്ഡ് ഫർണിച്ചർ കടയ്ക്ക് തീ പിടിച്ചത്. ഉടൻ കടവന്ത്ര ഗാന്ധിനഗറിൽ നിന്നുള്ള 3 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണക്കൽ ദൗത്യം തുടങ്ങി. എന്നാൽ തീ ആളിപ്പടർന്നതിനാൽ തൃക്കാക്കര, തൃപ്പൂണിത്തുറ, ഏലൂർ, ക്ലബ് റോഡ് എന്നിവിടങ്ങളിൽ നിന്നായി 4 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം കൂടിയെത്തി. തുടർന്ന് 2.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. ഇന്ന് തന്നെ ഗാന്ധിനഗർ, ക്ലബ് റോഡ് എത്തി. അതോടൊപ്പം തന്നെ നമ്മൾ നിൽക്കത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സമീപത്തുള്ള ഏലൂർ, മട്ടാഞ്ചേരി, തൃക്കാക്കര തുടങ്ങിയ സ്റ്റേഷനിൽ നിന്നും കൂടെ നമ്മൾ സഹായം ആവശ്യപ്പെട്ടു. 2 മണിക്കൂർ ശരിക്കും കണ്ടിന്യൂസ് വർക്ക് ചെയ്തു. അതിനുശേഷമാണ് നമുക്ക് പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ സാധിച്ചത്. അവർ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോകുന്നതെന്നാണ് അതിൻ്റെ ഓണർ പറഞ്ഞത്. അപ്പോൾ എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. ആളപായമില്ലെങ്കിലും വലിയ നാശനഷ്ടമുണ്ടായതായി കടയുടമ ഹാരിസ് പറഞ്ഞു. കടയിൽ മോഷണശ്രമം ഉണ്ടായെന്ന് സംശയിക്കുന്നതായും ഹാരിസ് പറഞ്ഞു. കാരണം എനിക്കറിയില്ല, ഞാൻ വിചാരിക്കണ മോഷണശ്രമമായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഊഹം. അവരാരെങ്കിലും കയറിയേക്കണേണ്. അവിടെ വല്ല തീ കത്തിച്ചപ്പോഴേക്കും വല്ല ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോണത്. അപ്പോൾ അവർ കയറിയപ്പോൾ വല്ല ലൈറ്ററൊക്കെ വരച്ച് ഇങ്ങനെ കത്തിക്കാനാണ് വഴി, അല്ലാണ്ട് വേറെ ഒന്നും വരാൻ ചാൻസ് ഇല്ല. പെട്രോൾ പമ്പുകൾ, ലോഡ്ജ്, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സമീപം പ്രവർത്തിച്ചിരുന്ന ഫർണിച്ചർ കടയ്ക്ക് തീപിടിച്ചത് വലിയ ആശങ്ക സൃഷ്ടിച്ചെങ്കിലും ഫയർഫോഴ്സിന്റെ സംയോജിത ഇടപെടൽ നിമിത്തം വലിയ അപകടം ഒഴിവായി. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു. കൈരളി ന്യൂസ്, കൊച്ചി.